ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇതുണ്ട്, പനിക്കൂർക്ക നമുക്കൊരു വജ്ജി ഉണ്ടാക്കാം കേട്ടോ. പനിക്കൂർക്കയാണ് ഇതിൽ, പനിക്കൂർക്കയുടെ അല്ല. അതുകൊണ്ട് നമുക്ക് വജ്ജി ഉണ്ടാക്കാം. അതിന് ഒരു കപ്പ് കടലമാവ്, അര കപ്പ് മൈദയും കൂടി കൂട്ടിയതാണിത്. 2 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു നുള്ള്, പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നല്ലോണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട്. രണ്ട് ടീസ്പൂണാണ് കേട്ടോ. ഇതുപോലത്തെ 2 കപ്പാണിത്, അധികമൊന്നുമില്ല. 2 കപ്പ് കടലമാവും അതിനെടുത്ത മൈദയും കൂടി കൂട്ടിയതാണ്. ഒരു 2 ചെറിയ ടീസ്പൂൺ മുളക് പൊടിയുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, 1 ടീസ്പൂൺ ചെറിയ ടീസ്പൂണാണ് കുരുമുളക് പൊടിയുണ്ട്, കായപ്പൊടിയുണ്ട്. നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല ഒരു വജ്ജിയായിരിക്കും ഇത് പിന്നെ നമ്മുടെ കഫക്കെട്ട്, ചുമ ഇതെല്ലാം മാറാനായിട്ട് നല്ലതാണിത്. അപ്പോൾ നമുക്കിതൊന്ന് വജ്ജി ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് സാധനമേ ഉള്ളൂ, ക്വാണ്ടിറ്റി കുറവാണ്. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിങ്ങനെ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഈ മഴക്കാലത്ത് ഈ പനിക്കുറുക്കലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ്. പനിക്കുറുക്കലയും തുളസിയിലയും പേരയുടെ ഇല എല്ലാം കൂടി ഇട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് 1 ഔൺസ് കുടിച്ചാലും നല്ലതാണ്. കഫക്കെട്ടും ചുമയും എല്ലാം മാറി കിട്ടും. ഞാൻ ഒരു സെറ്റ് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ തുടങ്ങിയിട്ട് 3-4 ദിവസമായി. എല്ലാവരും തണുപ്പടിച്ചിരിക്കുകയാണ്. 2 ദിവസം കൂടി മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാവരും കുറേ തുണികളൊക്കെ ഉണക്കാനൊക്കെയുള്ള ആൾക്കാർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ മഴ പെയ്യണം, വെള്ളം കിട്ടണം. നമുക്ക് വെള്ളമില്ല, കുടിവെള്ളം കിട്ടാനായിട്ട് മഴ പെയ്താലേ ഉണ്ടാവുള്ളൂ.
പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് പനിക്കൂർക്കയുടെ ബജ്ജി കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും കേട്ടോ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പനിക്കൂർക്കയുടെ ബജ്ജി കഴിഞ്ഞു. പനിക്കൂർക്ക ബജ്ജി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സവാള ഇങ്ങനെ വട്ടം മുറിച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ബജ്ജിയാക്കാം കേട്ടോ. സവാള ബജ്ജി. മാവ് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഞാൻ ഈ സവാള മുറിച്ചെടുക്കുകയാണ്. നമുക്ക് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നാല് മണിക്കൊക്കെ ഈ പലഹാരം നല്ലതാണ് ചായക്ക് കടിക്ക്. 4 മണി പലഹാരം എന്ന് പറയാത്. എല്ലാവരും പനിക്കൂർക്കുള്ള വീടുകളിൽ ഇതെടുത്ത് കടലമാവും ഇത്തിരി മൈദയും കൂടി കൂട്ടി കലക്കിയിട്ട് ചുട്ട് വറുത്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്.
ചട്ടി ഒന്ന് മാറ്റി വെക്കാം. സ്റ്റവ് ഓഫ് ആക്കുവാണേ. അപ്പോൾ വജ്ജി ഉണ്ടല്ലോ, ഇത് സവാള വട്ടത്തിലരിഞ്ഞത്, ഇത് എന്തെന്നാണ് പനിക്കുറുക്കല. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മൊരാന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇത് കണ്ടല്ലോ, എല്ലാവരും പനിക്കൂർക്കുള്ള ആളുകൾ കടലമാവുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും കായവും മഞ്ഞപ്പൊടിയും കൂടി ഇത്തിരി നല്ല കട്ടിയായിട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മുക്കി വറുത്തെടുക്കുക വജ്ജി. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വരേക്കും. ബൈ.